friends, welcome back to my channel. ഇന്ന് നമ്മൾ ഉപയോഗമില്ലാത്ത ടീഷർട്ട് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴയ ടീഷർട്ടുകൾ, പിന്നെ ഈ ബട്ടൺസ് എല്ലാം ഞാൻ പഴയ കുട്ടികളുടെ ഡ്രസ്സിൽ നിന്ന് മാറ്റി വെച്ചിരുന്നതാണ്. ഇത് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ചെറിയൊരു റിങ് വേണം നമുക്ക്. പിന്നെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നൂല് വേണം, പിന്നെ സിസേഴ്സ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം ഈ ടീഷർട്ടിൽ നിന്ന് മുറിച്ചെടുക്കണം. അതിന് ഫസ്റ്റ് ഫ്രണ്ടിലെ ആ പ്രിൻ്റുള്ള പോർഷൻ റിമൂവ് ചെയ്തു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് സ്ക്വയർ പീസസ് ആയിട്ടോ അല്ലെങ്കിൽ സർക്കിൾ പീസസോ ആയിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈസി ടെക്നിക്കാണ് കാണിക്കുന്നത്. സ്ക്വയർ ഷേപ്പാണ് എടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് സർക്കിളിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പെർഫെക്ഷൻ കുറവുണ്ടായിരിക്കും പൂക്കൾക്ക്. ഇനി നമുക്ക് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ ഈ സ്ക്വയർ പീസ് എടുത്തത് കണ്ടുപോയി ഫോൾഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ രണ്ട് കോർണറിലെയും അകത്തേക്ക് മടക്കി വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ട്രപ്പീസിയൻ ഷേപ്പ്, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ട് കിട്ടും. ഇനി അതിൻ്റെ എഡ്ജ് വഴി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനൊരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് വഴി നമുക്കത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഫ്ലവേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു 5 പെറ്റൽസ് റെഡിയാക്കിയെടുക്കാം. 5 പെറ്റൽസ് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മിച്ചം കിടക്കുന്ന നൂല് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അന്നേരം നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലേക്ക് അത് കൺവേർട്ടായി വരും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടൺസ് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ വാൾ ഹാങ്ങിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റിങ് എടുത്തിട്ട് നമുക്കതിൽ ഒരു റിബൺ പോലെ ചുറ്റി കൊടുക്കാം. ഇതിൻ്റെ എൻ പോർഷനിൽ നമ്മൾ ചെറിയൊരു ഹുക്ക് പോലെ ചെയ്താൽ നമുക്കത് വോളിലോ ഡോറിലോ എവിടെയെങ്കിലും തൂക്കിയിടാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ 3 ഫ്ലവറും കൂടെ നമുക്ക് ഫ്രെയിമിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ഫ്ലവേഴ്സും കൂടെ നമ്മുടെ ഫ്രെയിമിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ താഴത്തോട്ട് ഒരു ഹാങ്ങിങ് പോലെ കൊടുക്കണം. അത് നമുക്കിതിൻ്റെ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ താഴത്തെ ഹാങ്ങിങ് കൊടുക്കാനായിട്ട് ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അത് ചുറ്റിനും അതൊന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്യുക. അത് നമുക്ക് ചെറിയ ഡിവിഷൻസ് ആയിട്ട് കിട്ടും. നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കേൾ ചെയ്ത് വരും. നമുക്കത് തന്നെ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. ഹാങ്ങിങ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലെ എടുത്തിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെറിയൊരു ത്രെഡ് പോലെ കിട്ടും. നമുക്കത് വെച്ച് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്യാം. ആ ഹാങ്ങിങ്ങിൻ്റെ ത്രെഡും അതിൻ്റെ താഴെ വരുന്ന ആ ഹാങ്ങിങ്ങിൻ്റെ പോർഷനും കൂടെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഫ്രെയിമിലേക്ക് ജോയിൻ ചെയ്യണം. ലാസ്റ്റ് ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എതളിൽ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അതുപോലെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഹാങ്ങിങ് പീസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ചെറുതാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രെയിമിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് ഡോർ ഹാങ്ങിങ് ആയിട്ടോ വാൾ ഹാങ്ങിങ് ആയിട്ടോ വലുതായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഫ്ലവേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നത് നമ്മൾ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തതും റൗണ്ട് ഷേപ്പും തമ്മിലുള്ള പെർഫെക്ഷൻ വ്യത്യാസം എന്ന് പറഞ്ഞത് ഇതാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്.